നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് തിരുവോണമാണ്. എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ? ഈ ഓണത്തിന് പ്രത്യേകതയുണ്ട്. മറ്റൊന്നുമല്ല, എല്ലാ തിരുവോണ ദിവസവും സുഹൃത്തുക്കൾ നമ്മൾ വിളിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. പക്ഷെ ഈ തിരുവോണത്തിന് ആരും വിളിച്ചില്ല. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ സ്ഥിരം വിളിക്കുന്ന ആൾക്കാരൊക്കെ വെക്കേഷനിലാണ്. ഇന്ന് സൗദി അറേബ്യയിൽ വർക്കിംഗ് ഡേ ആണ്. നമ്മുടെ എല്ലാവരും ജോലി തിരക്കിലുമാണ്. അപ്പോൾ ഞാൻ കരുതി നമുക്ക് സ്വന്തമായിട്ട് സദ്യ ഒന്ന് ഉണ്ടാക്കിയാലൊന്ന്. അങ്ങനെ ഞാൻ ഇന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചു. പക്ഷേ നേരത്തെ വിളിക്കാത്തതുകൊണ്ട് അവരെല്ലാം ഓൾറെഡി ബുക്ക്ഡാണ്. മറ്റു ചിലരാണെങ്കിൽ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞ് വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങാമെന്ന്. മറ്റൊന്നും കൊണ്ടല്ല നേരത്തെ വിളിക്കാതിരുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സദ്യ തയ്യാറാക്കുന്നത്. അപ്പോൾ എത്രമാത്രം ശരിയാവും എന്നറിയാത്തതുകൊണ്ടാണ് മുൻകൂട്ടി അവരെ ഞാൻ വിളിക്കാതിരുന്നത്. പക്ഷേ റെഡിയാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും ഒരുവിധം നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. റെഡിയല്ലേ? നമുക്ക് സദ്യയിലേക്ക് പോയാലോ? അപ്പോൾ ഞാൻ ഒരു ഐറ്റമായിട്ട് ഇവിടെ വിളമ്പാൻ പോവാണ്. ഓർഡറൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻസെർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത ചിപ്സ് ആണെന്ന് തോന്നുന്നു. ശർക്കര വരട്ടി, അവിയൽ, പഴം, പായസമാണ്. ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ എടുക്കേണ്ടത് വെച്ചിട്ട് നേരത്തെ കോരി വയ്ക്കുകയാണ്. ചോറിട്ട് അടുത്ത പരിപ്പ് കറിയാണ്. നെയ്യ്, പച്ചമൂര്, അങ്ങനെ 17 കൂട്ട ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് കഴിച്ചു തുടങ്ങിയാലോ? അങ്ങനെ 17 കൂട്ട ഐറ്റംസ് ഉണ്ട്. റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം. പക്ഷെ ഇത്രയൊക്കെ നന്നാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുൻകൂട്ടി ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചേനെ കേട്ടോ. അപ്പോൾ ഇത് എത്രമാത്രം ശരിയാവുമെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഇത് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ കഴിച്ചു തുടങ്ങാൻ പോവാണ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. അപ്പം കുറച്ച് ഐറ്റംസ്, അത് 17 ഐറ്റംസുമായിട്ട് ഓണസദ്യ വേണ്ടവരൊക്കെ പോരാ ഇവിടെ ഉണ്ട്. ഇത്രയൊന്നും എന്തായാലും ഞാൻ കഴിക്കില്ല. അപ്പോൾ വൈകിട്ട് വരുന്നവർക്ക് ഇതും കഴിക്കാം. ഓക്കെ. സാമ്പാർ കൂടെ നോക്കട്ടെ. സൂപ്പറുണ്ടേ. ഞാൻ അടുത്തത് പായസം കുടിക്കാൻ പോകണേ. നമ്മുടെ ഈ ഓണം നമ്മൾ ഞെടുക്കുകയാണേ. ഓണം ഫുള്ളായിട്ട് ഞെടുത്തി പ്രാവശ്യത്തെ. അടിപൊളി. ഇനി പച്ചമോരുണ്ട്. അപ്പോൾ ആ പച്ചമോര് കഴിക്കാൻ വേണ്ടി ഒരു പിടി ചോറ് ഇട്ട് കഴിക്കാം. കുറച്ച്
അച്ചാർ. നല്ല എരിവും പുളിയും എല്ലാം ഉണ്ട്. നമ്മൾ മത്തടിക്കില്ല കേട്ടോ, പായസത്തിന് മത്തടിപ്പൊക്കെ ഈ പച്ചമോരും നാരങ്ങാച്ചറോട് കഴിക്കുമ്പോഴേ ഇറങ്ങി മാറും. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണസദ്യ ഞാൻ ഒറ്റയ്ക്കിങ്ങെടുത്തു. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.